ഹായ്, ഈ കവറിൽ എഴുതിയിരിക്കുന്നുണ്ടോ ഫിഷ് ആൻഡ് ചിപ്സ്. ഇത് ഇവിടുത്തെ ഒരു പ്രധാന ഐറ്റമാണ് കേട്ടോ. മീനിന്റെ ഒരു വിഭവം തന്നെയാണ്. മീൻ ഇങ്ങനെ നീളത്തില് തിന്നായിട്ട് കട്ട് ചെയ്തിട്ട്, തീരെ തിന്നായിട്ടല്ല, നമ്മൾ സാധാരണ വറുക്കാനൊക്കെ ചെറിയ കഷ്ണമായിട്ട് മുറിക്കത്തില്ല, ആ ഒരു കനത്തില് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് എന്തോ ഒരു കോട്ടിങ്ങില് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നതാണ്. പക്ഷെങ്കിൽ എനിക്ക് തോന്നി നമ്മുടെ നാട്ടിൽ ബജ്ജിയൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിനുള്ളിൽ വെച്ചിരിക്കുന്ന മീനിന് യാതൊരു, ആ മീനിന്റെ ഒരു ടേസ്റ്റ് എന്നല്ല, അത് ഉപ്പും ഇല്ല, എരിയില്ല, ഒരു സാധനവും ഇല്ലാത്തതാണ്. ചെറിയ എനിക്ക് തോന്നിയ ഒരു ഉപ്പിന്റെ ഒരു ലേശം ഒരു മയം പോലെ ഉണ്ട്, അതേ ഉള്ളൂ. എനിക്ക് തോന്നി നമ്മുടെ നാട്ടില് എനിക്ക് തോന്നി നമ്മളിങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് എരിയും ഉപ്പും ഒക്കെ ഇട്ടൊന്ന് പുഴുങ്ങി എടുത്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ആയേക്കാം. ഇതിപ്പോ പുഴുങ്ങി എടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും കാര്യം ഉള്ളിലെ മീന് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇതിന്റെ കളർ തന്നെ കണ്ടോ, വെറും വൈറ്റ് കളർ. കാര്യം ഇതിന് ഒരു എരിവൊന്നും ഇല്ലാത്തതാണ്. പക്ഷെങ്കിൽ നമ്മുടെ നാട്ടിൽ നമുക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഇതുപോലെ നല്ല ഏതെങ്കിലും നല്ല ദശയുള്ള മീൻ എടുത്തിട്ട് നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒന്ന് പുഴുങ്ങിയെടുത്ത്, ഇച്ചിരി അല്പം എരി ഉപ്പും ഒക്കെ ചേർത്ത് പുഴുങ്ങി, ആവിലൊന്ന് പുഴുങ്ങി എടുത്തിട്ട് നമ്മൾ സാധാരണ ഈ ബജ്ജിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒരു കോട്ടിങ് ഉണ്ടാക്കി ഈ രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുവാണെങ്കിൽ നല്ലൊരു വിഭവമാണ് കേട്ടോ. നമ്മൾ സാധാരണ തട്ടുകടയിലൊക്കെ പോയി മുളക് ബജിയൊക്കെ കഴിക്കത്തില്ലേ, ആ രീതിയിൽ ഇതൊരു പ്രധാന ഐറ്റമായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. നാട്ടിൽ ഞാൻ ബ്രെഡിനകത്ത് മീൻ ഇതുപോലെ വെച്ച് മുളക് ബജി പോലെ ബജി ഉണ്ടാക്കി ഇങ്ങനെ കഴിച്ചിട്ടുണ്ട്. അത് നല്ല ടേസ്റ്റ് ആണ്. ഇതിപ്പോ ഒരു പ്രത്യേക ഒരു ഐറ്റമായിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. നമുക്ക് നാട്ടിൽ ഇതുപോലൊക്കെ ഉണ്ടാക്കി എടുക്കാവുന്നതാണല്ലോ, പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് കേട്ടോ.